എങ്കിൽ 245/2 അതാണ് മക്കളെ 196. 196 7/84 എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ ഇതിനെയാണ് നമുക്ക് 342 കൊണ്ട് ഹരിക്കേണ്ടത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം മക്കളെ. വളരെ സിമ്പിളാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു SSC യൂട്യൂബ് ചാനലിലേക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മളിനി SSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ സീരീസ് നിങ്ങളോട്ട് എത്തിപ്പെടാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ ലഭിക്കാനും ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ SSC RRB എന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് SSCയുടെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ SSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ടോട്ടൽ ഫാക്ടേഴ്സ് ഓഫ് 120? വാട്ട് ഈസ് ദ ടോട്ടൽ ഫാക്ടേഴ്സ് ഓഫ് 120? അതായത് 120 എന്ന സംഖ്യയുടെ ആകെ ഘടകങ്ങളുടെ എണ്ണം എത്ര? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. 120ൻ്റെ ആകെ ഘടകങ്ങളുടെ എണ്ണം CGL-ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. മക്കളെ, 120ൻ്റെ ആകെ ഘടകങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, 120ൻ്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളിതിനെ ഘടകക്രിയ ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. ഘടകക്രിയ ഫാക്ടറൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത് ചോദിച്ചാൽ എപ്പോഴും പ്രൈം നമ്പറുകൾ കൊണ്ട് മാത്രം ഫാക്ടറൈസ് ചെയ്യണം. മക്കളെ, എപ്പോഴും ഫാക്ടറൈസ് ചെയ്യേണ്ടത് പ്രൈം നമ്പറുകൾ കൊണ്ടായിരിക്കണം. എങ്കിൽ 120 അടങ്ങുന്ന ഒരു പ്രൈം നമ്പർ പറ. 2 പറ്റും. ഇനി 2 പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാലല്ല, 3 ഒരു പ്രൈം നമ്പറാ, 3 കൊണ്ട് ചെയ്യാം. ഇനി 3 കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാലല്ല, 5 ഒരു പ്രൈം നമ്പറാ, 5 കൊണ്ട് ചെയ്യാം. നമ്മൾ ആരെങ്ങനെ ചെയ്താലും അവസാനം എല്ലാവരും മക്കളെ ഒരു വഴിയിൽ തന്നെ വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം 2 കൊണ്ട് ചെയ്യുക. 2 കൊണ്ട് ചെയ്യുമ്പം 60, വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പം 30, വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പം 15. 15ന് ഇനി 2 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ 3 കൊണ്ട് ചെയ്യുക. 3 കൊണ്ട് ചെയ്യുമ്പോൾ 5. ഇനി എന്തായാലും 5നെ 5 കൊണ്ട് മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 1. എങ്കിൽ പറ, 120ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? പ്രൈം ഫാക്ടേഴ്സ് 2 എന്ന സംഖ്യയുണ്ട്. എത്ര വട്ടം? 2 എന്ന സംഖ്യ 3 വട്ടം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം, 2ൻ്റെ ക്യൂബ് എന്നെഴുതാം. 2ൻ്റെ ക്യൂബ്. 3 എത്ര വട്ടം ഉണ്ട്? 3 ഒരു വട്ടം. അപ്പം 3/1 എന്നെഴുതാം. 5 എത്ര വട്ടം ഉണ്ട്? 5 ഒരു വട്ടം. അപ്പോൾ 5/1 എന്നെഴുതാം. അപ്പോൾ 2ൻ്റെ ക്യൂബ് ഗുണം 3/1 ഗുണം 5/1. ഇതല്ലേ 120? അപ്പം 120 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റി. ഇതൊക്കെയാണോ? ഇനി ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഈ പ്രൈം നമ്പറുകളുടെ പവറുകൾ. പ്രൈം നമ്പറാണ് 2, പ്രൈം നമ്പറാണ് 3, പ്രൈം നമ്പറാണ് 5. നമ്മൾ ചെയ്യേണ്ടത് പ്രൈം നമ്പറുകളുടെ ഈ പവറുകളോട് നിങ്ങൾ 1 വീതം കൂട്ടണം. ഈ പവറുകളോട് നിങ്ങൾ 1 വീതം കൂട്ടണം. പവറുകളോട് മക്കളെ 1 വീതം കൂട്ടണം. 3നോട് 1 കൂട്ടിയാൽ 4, 1നോട് 1 കൂട്ടിയാൽ മക്കളെ 2, വീണ്ടും 1നോട് 1 കൂട്ടിയാൽ മക്കളെ 2. നമ്മൾ ചെയ്യേണ്ടത് ഇത് പരസ്പരം ഗുണിക്കുക. അതായത് പവറുകളോട് 1 വീതം കൂട്ടിയ കിട്ടുന്ന പുതിയ സംഖ്യ ഉണ്ടല്ലോ, 3നോട് 1 കൂട്ടി 4, 1നോട് 1 കൂട്ടി 2, 1നോട് 1 കൂട്ടി 2 ഗുണിക്കും. 4 2 8, 8 2 16. ഇതാണ് 120ൻ്റെ ആകെ ഘടകങ്ങളുടെ എണ്ണം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 16. വ്യക്തമല്ലേ? മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് ഈ കാണുന്ന എക്സ്പ്രഷൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം, പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ എന്നറിയാം. നമുക്കറിയാം, 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് പ്രൈം നമ്പേഴ്സ്. 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് പ്രൈം ഫാക്ടേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നോക്കിയ മക്കളെ, ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2 പ്രൈമാണ്, 3 പ്രൈമാണ്, 5 പ്രൈമാണ്, 7 പ്രൈമാണ്, 11 പ്രൈമാണ്, അങ്ങനെ പോകും. അപ്പം 4 ഒരു പ്രൈം അല്ല. അപ്പോൾ നോക്കി, 4/11 എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ 4നെ വീണ്ടും ഞാൻ പ്രൈം ഫാക്ടറാക്കി എഴുതാൻ പോവാം. ഈ 4നെ മാത്രം എനിക്ക് എങ്ങനെ എഴുതാം? 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 2ൻ്റെ സ്ക്വയർ മക്കളെ, 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 4നെ മാത്രം എങ്ങനെ എഴുതാം? 2ൻ്റെ സ്ക്വയർ. അപ്പം ഹോൾ റൈസ് ടു. അപ്പം 4നെ മാത്രമാണ് ഞാൻ 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതിയത്. 4ൻ്റെ പവറായിട്ട് 11 ഉണ്ടല്ലോ. അപ്പോൾ 2/2ൻ്റെ പവറായിട്ട് 11 വരും. ഓക്കെ, 2/2ൻ്റെ പവറായിട്ട് മക്കളെ 11 വരും.
അപ്പോൾ എത്ര ആയിട്ട് മാറും? ദാ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന രൂപത്തിലാണ്. അപ്പോൾ എ റൈസ് ടു എം എൻ. അപ്പോൾ 2 × 11 എന്ന് പറഞ്ഞാൽ 22. അപ്പോൾ 4 റൈസ് ടു 11 എങ്ങനെ എഴുതാം? 2 റൈസ് ടു 22 എന്ന് എഴുതാം. 4 റൈസ് ടു 11 4 മാത്രം ഞാൻ 2ന്റെ സ്ക്വയർ എന്ന് എഴുതി, 11 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന രൂപത്തിലായി എ റൈസ് ടു എം എൻ. അപ്പം 4 റൈസ് ടു 11 2 റൈസ് ടു 22 എന്ന് എഴുതാം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, 2 റൈസ് ടു 22 4 റൈസ് ടു 11 2 റൈസ് ടു 22 എന്ന് എഴുതി. ഇൻറ്റു 5 പ്രൈം തന്നെ, അപ്പോൾ 5 റൈസ് ടു 5 ഇൻറ്റു 3 പ്രൈം തന്നെ, അപ്പോൾ 3 റൈസ് ടു 2 ഇൻറ്റു 13 പ്രൈം നമ്പർ തന്നെ, അപ്പോൾ 13 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എടാ 2 എന്ന പ്രൈം നമ്പർ 22 വട്ടം ഉണ്ടെന്നില്ലേ മക്കളെ? 22 വട്ടം ഉണ്ട്. 5 എന്ന പ്രൈം നമ്പർ 5 വട്ടം ഉണ്ട്, 5 വട്ടം. 3 എന്ന പ്രൈം നമ്പർ 2 വട്ടം ഉണ്ട്. 13 എന്ന പ്രൈം നമ്പർ 2 വട്ടം ഉണ്ട്. നമ്മുടെ ചോദ്യം ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദാ 22 ഇങ്ങോട്ട് എടുക്കുക. കാര്യം 2 എന്ന പ്രൈം നമ്പർ 22 വട്ടം ഗുണിച്ചിട്ടുണ്ട്. 5 എന്ന പ്രൈം നമ്പറോ മക്കളെ 5 വട്ടം ഗുണിച്ചിട്ടുണ്ട്, 5 വട്ടം. 3 എന്ന പ്രൈം നമ്പറോ 2 വട്ടം ഗുണിച്ചിട്ടുണ്ട്. 13 എന്ന പ്രൈം നമ്പറോ 2 വട്ടം ഉണ്ട്. എങ്കിൽ മൊത്തം എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രൈമിൻ്റെ പവറായിട്ട് കിട്ടിയവരോട് 1 വീതം കൂട്ടി പരസ്പരം ഗുണിക്കണം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്തുവാ? എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. 2 എന്ന പ്രൈം നമ്പർ 22 വട്ടം ഉണ്ട് മക്കളെ, 22 വട്ടം. അതേപോലെ 5 എന്ന പ്രൈം നമ്പർ 5 വട്ടം ഉണ്ട്, 5 വട്ടം. കാര്യം 5 റൈസ് ടു 5. അതേപോലെ 3 എന്ന പ്രൈം നമ്പർ മക്കളെ 2 വട്ടം ഉണ്ട്, 2 വട്ടം. 13 എന്ന പ്രൈം നമ്പർ 2 വട്ടം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂട്ടിയാൽ മതി. 22 5 27, 2 29, 2 31. ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സ് മക്കളെ 31. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദാ അടുത്ത ചോദ്യത്തിലോട്ട്. ദാ ഈ കാണുന്ന എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ മക്കളെ, ഇവർ പറഞ്ഞിരിക്കുന്ന 1 2 3 4 ഈ 4 പേരെ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. അതിന് നമുക്കറിയാം ഈ 1ൻ്റെ താഴെ ഒരു 1 ഇട്ട് കൊടുത്താൽ 2 ഫ്രാക്ഷൻ ആവും അവർ. അപ്പം താഴെ നമ്മൾ എന്ത് ചെയ്യും? 3 താഴെ തന്നെ എഴുതും. ഇങ്ങനെ ഗുണിക്കുമ്പം 1 3 3 മൈനസ് ഇങ്ങനെ ഗുണിക്കുമ്പം 1 1 അല്ലേ? 3 × 1 താഴത്തെ ദാ ഈ 1 3 ഗുണിച്ച് താഴെ 3 അങ്ങ് എഴുതി. ഇനി നിങ്ങൾ പറ, ദാ ഇങ്ങനെ ഗുണിക്കുമ്പോൾ 1 3 3 മൈനസ് 1 1 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും, 2/3 എന്ന് വരും. ഇൻറ്റു 4 താഴെ തന്നെ 1 4 4 മൈനസ് 1 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. ഇൻറ്റു 5 താഴെ 1 5 5 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. അങ്ങനെ പോയി മക്കളെ 99 താഴെ 99 ഒരു 99 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 98 എന്ന് വരും. ശരി, നിങ്ങളൊന്ന് വെട്ടി നോക്കിയേ മക്കളെ, വെട്ടി നോക്ക്. എടാ ഇവിടെ ഒരേപോലുള്ള ആൾക്കാർ വെട്ടണം, ഒരേപോലെ. ഇവിടെ ഒരു 3 ഉണ്ട് മക്കളെ താഴെ, ഇവിടെ ഒരു 3 ഉണ്ട് മുകളിൽ, വെട്ടിപ്പോയി. താഴത്തെ 4 മുകളിലത്തെ 4 വെട്ടിപ്പോവും. താഴത്തെ 5 മുകളിലത്തെ 5 വെട്ടിപ്പോവും. അങ്ങനെ വെട്ടിപ്പോയി. ദാ ഇനി നിങ്ങൾ പറ, ഇവിടെ ഏറ്റവും ആദ്യത്തെ ഭിന്നസംഖ്യയിൽ എന്താണ് അവശേഷിക്കുന്നത്? ഒരു അംശം അവശേഷിക്കുന്നുണ്ട്, അംശം. ദാ ന്യൂമറേറ്റർ. ഇനി എന്തായാലും അവനെ വെട്ടാൻ പറ്റത്തില്ല. എടാ ഒന്നാമത്തെ ഭിന്നസംഖ്യയിൽ എന്താണോ ശേഷിപ്പുള്ളത് അവനെ അങ്ങനെ തന്നെ എഴുതണം നമ്മുടെ ഉത്തരത്തിൽ. ഒന്നാമത്തെ ഭിന്നസംഖ്യയിൽ 2 ശേഷം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത്. അപ്പോൾ അവനെ നമ്മുടെ ഉത്തരത്തിൻ്റെയും അംശമായിട്ട് അങ്ങനെ തന്നെ എഴുതി. അതുകൊണ്ട് ചേറും വേണം. ഇനി ചേരം ഏറ്റവും അവസാനത്തെ ഭിന്നസംഖ്യയിൽ നിന്നും ആ ചേറും എടുത്തെഴുതണം. ദാ 2/99 ഇതാണ് ശരി ഉത്തരം. എടാ ഒന്നാമത്തെ ഭിന്നസംഖ്യയിൽ നമ്മൾ ന്യൂമറേറ്റർ ആണ് എടുത്തതെങ്കിൽ അവസാന ഭിന്നസംഖ്യയിൽ നിന്നും ഡിനോമിനേറ്റർ എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ആദ്യം ദാ ഈ 4 ഫ്രാക്ഷനും അല്ലെങ്കിൽ 4 ബ്രാക്കറ്റും സോൾവ് ചെയ്തപ്പം ഇവിടെ രണ്ടിടത്തും ഒരേപോലെ കുറച്ച് പേര് വയ്ക്കപ്പോൾ 2ഉം 4 ഇവിടെ വെട്ടിക്കൂടായിരുന്നു. എടാ ഈ 4 ഈ 4 വെട്ടിപ്പോകുന്നത്. നിങ്ങൾ ദാ ഈ ഒരു 3ഉം ഈ ഒരു 3 വെട്ടണം, ഈ ഒരു 4ഉം ഈ ഒരു 4 വെട്ടണം. ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു 2. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും ആ 2 അങ്ങനെ വരും. എടാ ഈ 5ഉം അടുത്ത 5ഉം അടുത്ത 6ഉം അങ്ങനെ പോയി 98 വെട്ടിപ്പോവും. അപ്പം ഏറ്റവും അവസാനം ബാക്കി വരുന്നത് ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ ആണ് എടുത്തതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അവസാന ഭിന്നസംഖ്യയിൽ നിന്ന് ഡിനോമിനേറ്ററിങ് എടുത്താൽ മതി. 2/99. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ദാ അടുത്ത ചോദ്യത്തിലോട്ട്. ഇഫ് എ നമ്പർ വാസ് ഇൻക്രീസ്ഡ് ബൈ 22 and 1/2%, then it becomes 196. സോ വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഒരു സംഖ്യ 22.5% വർദ്ധിച്ചപ്പം, ഇൻക്രീസ്ഡ് ബൈ 22%, 22% വർദ്ധിച്ചപ്പം എന്തായി? അത്
196 സോ വാട്ട് ഈസ് ദ നമ്പർ? എങ്കിൽ ഏതാണ് ആ സംഖ്യ? മക്കളെ, ഒരു സംഖ്യ 22.5% വർദ്ധിച്ചപ്പോഴാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ സംഖ്യ എപ്പോഴും 100% എന്നാണ് വിളിക്കുന്നത്. സംഖ്യയെ നമ്മൾ എപ്പോഴും 100% എന്ന് വിളിക്കും. അപ്പോൾ സംഖ്യ 22 കൂടെ വർദ്ധിച്ച്, അപ്പം 122.5%. 122.5%. ഓക്കെയാണോ? 122.5% എന്ന് പറയുന്നതാണ് മക്കളെ 196. എടാ 122.5%. അപ്പം നമുക്കറിയാം 122.5% നമ്മുടെ ഇപ്പോഴത്തെ സംഖ്യ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ഒന്ന് വിഷമഭിന്നത്തിലോട്ട് മാറ്റണം. അതിന് നമുക്കറിയാം 2 താഴെ തന്നെ എഴുതും അല്ലേ? ഇങ്ങനെ ഗുണിക്കും. 122 × 2 എന്ന് പറഞ്ഞാൽ 244. ഒന്നുകൂടെ കൂട്ടുമ്പം 245. അപ്പം നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സംഖ്യയെ 100% എന്നാണ് വിളിക്കുന്നത്. ആ സംഖ്യയോടൊപ്പം ഒരു 22% വർദ്ധിച്ച്, അപ്പോൾ സംഖ്യ ഇപ്പോൾ യഥാർത്ഥത്തിൽ 122 ആയില്ലേ? 122. അപ്പം 122% മക്കളെ 196. അപ്പം 122% ഞാൻ 245/2 എന്ന് എഴുതാം. 245/2. ഓക്കെ, എങ്കിൽ 245/2 അതാണ് മക്കളെ 196. എങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? എങ്കിൽ യഥാർത്ഥത്തിൽ ആ സംഖ്യ നമുക്കറിയാം 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം ഇത് ക്രോസ് ഗുണിച്ചാൽ മതി. പറ, 100 × 196. 100 × 196 ഡിവൈഡഡ് ബൈ 245/2. 245/2 നമുക്കറിയാം ഈ ഒരു ഭിന്നസംഖ്യ തിരിച്ചെഴുതി ഗുണിക്കും അല്ലേ? അപ്പം 100 × 196 ഇൻറ്റു മേളിൽ പോകുമ്പം 2 മേളിലും താഴെ 245 തിരിച്ചെഴുതി ഗുണിക്കുക. എല്ലാവർക്കും അറിയാം എന്താണ് കാരണം എന്നൊക്കെ. അപ്പം നമുക്ക് വെട്ടാൻ പറ്റും. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് അല്ലേ? 5 കൊണ്ട് വെട്ടുമ്പം 24-നകത്തിൽ 5, 5 4 20. ശിഷ്ടം 4, 45-നകത്ത് 9 വെട്ടാം. ഇനി 100-നെ 5 കൊണ്ട് വെട്ടുമ്പം മക്കളെ 20 വെട്ടാം അല്ലേ? 49. 19 12 പോയാൽ 7. അപ്പം എന്തായാലും നമുക്ക് 49-നെ 196-നെ 7 കൊണ്ട് വെട്ടാം. 49-നകത്തിൽ 7 വെട്ടാം. 19-നകത്തിൽ 7 2 14. ശിഷ്ടം 5. 56-നകത്തിൽ 7 8 56. വീണ്ടും വെട്ടാം. 7-നകത്ത് 7 ഒരു വെട്ടം. 28-നകത്ത് 4 വെട്ടം. ഇനി വെട്ടാനൊന്നുമില്ല. 4 × 2 8. 8 × 20 160 എന്ന് വരും. 160. അതായത് നമ്മുടെ 100% എന്ന് പറയുന്ന സംഖ്യ മക്കളെ 160 ആകുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? ഒന്നുമില്ല, ഇവനേതാ തിരിച്ചെഴുതി ഗുണിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ കുറേ തവണ വെട്ടി നോക്കിയാൽ മതി, ഉത്തരം കിട്ടും 160. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ 7/84 ഡിവൈഡഡ് ബൈ 342. അതായത് 7/84-നെ 342 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നാണ് ചോദിക്കുന്നത്. 7/84-നെ 342 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം. മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം എന്തായാലും 342-നോട് അടുത്ത ഒരു പവർ, അതായത് 342-ന്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന, ഒന്നുകിൽ 1 കുറവോ ഒന്നുകിൽ 1 കൂടുതലോ ആയ ഒരു പവർ 7-നുണ്ടായിരിക്കണം. ഏകദേശം അങ്ങനെയാണ് എപ്പോഴും ഈ ചോദ്യം ചോദിക്കുന്നത്. 342-നോട് അടുത്ത 7-ന്റെ ഒരു പവർ ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം 7/1 എന്ന് പറഞ്ഞാൽ മക്കളെ 7. 7/2 എന്ന് പറഞ്ഞാൽ 49. 7/3 എന്ന് പറഞ്ഞാൽ 343 അല്ലേ? അപ്പം 343 എന്ന് പറഞ്ഞാൽ 342-ന്റെ അടുത്തുള്ളൊരു സംഖ്യ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 7/84-നെ എങ്ങനെ എഴുതാം മക്കളെ? 7/84-നെ എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ ഇതിനെയാണ് നമുക്ക് 342 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പോൾ 7/84-നെ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ 7-ന്റെ ക്യൂബ് എന്ന് എഴുതാം. 7-ന്റെ ക്യൂബ് അല്ലേ? ബാക്കി അപ്പം 84-നെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കി. 3 കൊണ്ട് ഹരിക്കുമ്പം 2 3 6. ശിഷ്ടം 2 24-നകത്ത് 8 വെട്ടാം. അപ്പോൾ എങ്ങനെ എഴുതാം പറ? ഇവിടെ 7/3 7/3 ഹോൾ റൈസ് ടു 28 എന്ന് എഴുതാം. കാര്യം 84-നെ ഞാൻ 7-ന്റെ ക്യൂബ് ഹോൾ റൈസ് ടു 28 എന്ന് എഴുതാം. തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. 7/3 ഹോൾ റൈസ് ടു 28. കാര്യം ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെങ്ങനെ? a/m ദ ഹോൾ റൈസ് ടു n എന്ന രൂപത്തിലാണ്. അപ്പോൾ a/mn 3 × 28 ചെയ്താൽ 87 കിട്ടുന്നുണ്ട്. 3 × 28 ചെയ്താൽ 87 കിട്ടുന്നുണ്ട്. 3 × 28 ചെയ്താൽ മക്കളെ 84 കിട്ടുന്നുണ്ട്. അപ്പോൾ 7-ന്റെ ക്യൂബ് ഹോൾ റൈസ് ടു 28 എന്ന് എഴുതാം. ഓക്കെ ആണോ?
ഇതിനെയാണ് നമുക്ക് എത്ര കൊണ്ടാണ് 342 കൊണ്ട് ഹരിക്കേണ്ടത് അല്ലേ? 7ന്റെ ക്യൂബ് ഹോൾ റൈസ് ടു 28നെയാണ് 342 കൊണ്ട് ഹരിക്കേണ്ടത്. ഇനി പറ 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മക്കളെ 343 ഹോൾ റൈസ് ടു എന്തുണ്ട് 28 ഉണ്ട്. ഇതിനെയാണ് നമുക്കിതാ 342 കൊണ്ട് ഹരിക്കേണ്ടത് അല്ലേ? എങ്കിൽ നിങ്ങൾ പറഞ്ഞേ എടാ 343നെ നിങ്ങൾ 342 കൊണ്ട് ഹരിക്കും, ശിഷ്ടം എത്ര വരും? 343നെ 342 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും മക്കളെ? 343 342 ഒരു വട്ടം കറക്റ്റ് 342 ആകുമ്പോൾ തീരും. ബാക്കി ഇവിടെ ശിഷ്ടം 1 വരും അല്ലേ? 1 വരും. എങ്കിൽ 1/28 എത്ര മക്കളെ? 1/28. അതായത് ബാക്കി കിടക്കുന്ന 28. 1/28 എന്ന് പറഞ്ഞാൽ 1. കാര്യം 1ന്റെ പവറായിട്ട് എന്ത് വന്നാലും മക്കളെ 1 അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിമൈൻഡർ മക്കളെ 1 ആണ്. എടാ 343നെ 342 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 1. എങ്കിൽ ആ 1/28 ആയിരിക്കും നമ്മുടെ ശിഷ്ടം. 1/28. എടാ ഇവിടെ കിട്ടുന്ന ശിഷ്ടം 1. അതായത് 343നെ 342 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 1. ആ ശിഷ്ടം റൈസ് ടു 28 ബാക്കിയുള്ളത് പിന്നെ. എങ്കിൽ 1/28 1 തന്നെ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1 ആണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം എപ്പോഴും ഈ 342ന്റെ അടുത്ത ഒരു പവർ എന്തായാലും ഈ സംഖ്യയ്ക്ക് ഉണ്ടായിരിക്കും, 7 ഉണ്ടായിരിക്കും. ഓക്കെ, 342നോട് അടുത്തുള്ളൊരു പവർ എന്തായാലും 7 ഉണ്ടായിരിക്കും. ക്ലിയർ? അപ്പം മക്കളെ ഇതുള്ള കൂടുതൽ ടിപ്സുകളൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന SSC RRB പരീക്ഷകളിൽ നിങ്ങൾ നമ്മുടെ കൂടെ കുടിക്കൂ. നമ്മുടെ ചാനൽ മാത്രം കണ്ടാൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ ഈ SSCയുടെ ചാനൽ ഉറപ്പായിട്ടും അടുത്ത വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഇംഗ്ലീഷും മറ്റുള്ള ജനറൽ ടോപ്പിക്കുകളും കണക്കും എല്ലാം നമ്മുടെ സെറ്റാണ്. നിങ്ങൾക്ക് എന്തായാലും അറിയാം, നമ്മുടെ രഞ്ജിത്ത് സാറ് ഇംഗ്ലീഷ് സെറ്റാക്കിക്കോളും. കണക്ക് ഇനി പേടിക്കാൻ പോകണ്ട. അടുത്ത ചോദ്യം നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം മക്കളെ. വളരെ സിമ്പിളാണ്. അപ്പം കുറേ ആൾക്കാർ ഇത് കുറേയധികം സമയമൊക്കെ എടുത്തെന്താ ആദ്യം ഇതിനെ ഇങ്ങനെ ഗുണിച്ച് ശേഷം അതിനോടൊന്ന് കൂട്ടി അങ്ങനെയൊക്കെ എടുക്കാൻ പോകും. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. എടാ 999 എണ്ണൽ സംഖ്യ. 999 ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം, 4 വട്ടം, 5 വട്ടം, 6 വട്ടമുണ്ട്. 6 വട്ടം. ഒരു സംഖ്യ 6 തവണ എഴുതി കൂട്ടുക എന്ന് പറഞ്ഞാൽ മക്കളെ ആവർത്തന സങ്കലനത്തിന് പകരം നമ്മൾ ചെയ്യുന്ന ക്രിയയാണ് ഗുണനം അല്ലേ? 999നെ 6 തവണ എഴുതി കൂട്ടുക എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഗുണിച്ചാൽ മതി മക്കളെ. 999 × 6 അല്ലേ? അപ്പോൾ അത്രയും പേരുടെ തുകയായി. പ്ലസ് ഇതിനോടൊപ്പം എന്തുകൂടെ കൂട്ടിയാൽ മതി? 7 അധികം 7 2 അധികം 7 3 അധികം 7 4 അധികം 7 5 അധികം 7 6. അതായത് സെയിം ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷനാണ്, സെയിം ഡിനോമിനേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതും. ന്യൂമറേറ്ററുകൾ പരസ്പരം കൂട്ടിയാൽ മതി. എടാ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3, 3ഉം 3ഉം 6, 6ഉം 4ഉം 10, 10ഉം 5ഉം 15, 15ഉം 6ഉം 15ഉം 6ഉം 21. ഓക്കെ ആണോ? ശരി, നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 6 9 54 4, ശിഷ്ടം 5 ആണേ. വീണ്ടും 6 9 54, 54ഉം 5ഉം 59ന് 9, വീണ്ടും ശിഷ്ടം 5. 6 9 54, 54ഉം 5ഉം 59, 5994 എന്ന് വരും. പ്ലസ് 21/7 എന്ന് പറഞ്ഞ മക്കളെ 3 അല്ലേ? 3 ആണ്. എങ്കിൽ 5994 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 5997. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. 5997 ഓപ്ഷൻ എ, ഇതാണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? മുൻവർഷ CGL ചോദ്യങ്ങളാ. നോക്ക്. ഫൈൻഡ് ദ സ്മാളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8 6 10 ആൻഡ് 12 ഗിവ്സ് ദ റിമൈൻഡർ 5 ഇൻ ഈച്ച് കേസ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 8 കൊണ്ടും 6 കൊണ്ടും 10 കൊണ്ടും 12 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന സ്മാളസ്റ്റ് നമ്പർ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓക്കെ. എടാ 8 കൊണ്ടും 6 കൊണ്ടും 10 കൊണ്ടും 12 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ നമ്മൾ LCM HCF എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള ചോദ്യം. അതായത് എടാ 8 കൊണ്ടും 6 കൊണ്ടും 10 കൊണ്ടും 12 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നിങ്ങൾ ആരും ചെയ്യേണ്ടത് എടാ ഇവന്മാരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന, നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അതായത് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന, 6 കൊണ്ടും നിശേഷം, 10 കൊണ്ടും 12 കൊണ്ടും
ഇത്രയും പേരെ കൊണ്ട്, ഈ 4 പേരെ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. ഈ 4 പേരെ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവരെ 4 പേരെ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവരുടെ LCM ആയിരിക്കും മക്കളെ, ഇവരുടെ LCM ആയിരിക്കും. അപ്പോൾ LCM ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രൈം നമ്പർ കൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 തവണ, 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6. ഇനി നമുക്ക് 4 പേരിലും അടങ്ങുന്ന സംഖ്യ ഒന്നുമില്ല. 4നെയും 6നെയും 2 കൊണ്ട് ഹരിക്കാം, 3നെയും 6നെയും 3 കൊണ്ട് ഹരിക്കാം. അപ്പം മിനിമം 2 പേരെങ്കിലും ഹരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യും. ഞാൻ 2 കൊണ്ട് തന്നെ ഹരിക്കുമോ? 4നകത്ത് 2, 2 വട്ടം, 3 താത്തെഴുതി, 5 താത്തെഴുതി, 6നകത്ത് 2, 3 വട്ടം. ഇനി പറ, 3നെയും വീണ്ടും ഹരിക്കാം 3 കൊണ്ട്, അപ്പോൾ വീണ്ടും ഹരിക്കുന്നു 3 കൊണ്ട്. 2 താത്തെഴുതി, 3നകത്ത് 3 1 വട്ടം, 5 താത്തെഴുതി, 3നകത്ത് 3 1 വട്ടം. അപ്പോൾ നമ്മൾ LCM കണ്ടുപിടിക്കാൻ ഇതിലൂടെ ഗുണിക്കും, പുറത്ത് കിടക്കുന്ന സംഖ്യകളെല്ലാം ഗുണിക്കും. 5 × 2 മക്കളെ 10, 2 × 2 4, 4 × 3 12. എങ്കിൽ 12 × 10 ദാ LCM നമുക്ക് ലഭിക്കും 120. മക്കളെ LCM നമുക്ക് ലഭിക്കും 120. ഓക്കെ ആണോ? LCM ലഭിച്ചു 120 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്തുവാ? എടാ 120നെ 8 കൊണ്ടും 6 കൊണ്ടും 10 കൊണ്ടും 12 കൊണ്ടും നിശേഷം ഹരിക്കാം എന്ന് പറഞ്ഞാൽ ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ട്, 0 വരും അല്ലേ? നിശേഷം ഹരിക്കാം. എടാ 8 കൊണ്ടും 6 കൊണ്ടും 10 കൊണ്ടും 12 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 10 ആണ്, അല്ല 120 ആണ്. അപ്പം 120നെ ഇവരെ ഓരോരുത്തരും കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 0 വരും, റിമൈൻഡർ 0 വരും. നമുക്ക് വേണ്ടത് എടാ റിമൈൻഡർ 5 വരണം. എങ്കിൽ എടാ ഈ 120നോട് ആ 5 കൂടെ കൂട്ടിയാൽ പോരെ, 125. എങ്കിൽ 125നെ നമ്മൾ ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 5 വന്നുകൊണ്ടിരിക്കും. കാര്യം 120നെ കറക്റ്റായിട്ട് നമുക്ക് ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ശിഷ്ടം 5 വരണം. അപ്പോൾ 120 കഴിഞ്ഞിട്ട് ആ 5 അധികം ഉണ്ടെങ്കിൽ എപ്പോഴും ശിഷ്ടം 5 വന്നുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി വേഗത്തിൽ വേണമെങ്കിൽ പഠിച്ചു നോക്കാം. LCM പ്ലസ് റിമൈൻഡർ. മക്കളെ ഇതാണ് ഇതിൻ്റെ എല്ലാം ചെയ്യുന്നത്. LCM പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട്. കിട്ടുന്ന LCM എത്ര ആണോ അതിനോടൊപ്പം ആ റിമൈൻഡറും കൂട്ടി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ ഡിവിസിബിൾ ബൈ 4, 5 and 6? എടാ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഗ്രേറ്റസ്റ്റ് ഏറ്റവും വലിയ 4-digit നമ്പർ ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും വലിയ 4-digit നമ്പർ ഞാൻ വീണ്ടും ചെയ്യുന്നു. നമുക്ക് വേണ്ടത് 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. അപ്പം ഞാൻ ആദ്യം ഈ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക. 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവരുടെ LCM ആയിരിക്കും. LCM അവ 2 കൊണ്ട് ഹരിക്കുമ്പം ഇവിടെ 2 വട്ടം, 5 താത്തെഴുതി, അതേപോലെ 6നകത്ത് 2, 3 വട്ടം. ഇനിയൊന്നുമില്ല, ഹരിക്കാനൊന്നും ഇല്ലല്ലോ. മിനിമം 2 സംഖ്യയെ പോലും ഹരിക്കാനൊന്നുമില്ല. അപ്പോൾ 5 2 മക്കളെ 10, 3 2 6, 6 × 10 60. LCM 60 എന്ന് വരും. എടാ LCM 60 എന്ന് വരും. ഇവിടെ ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? LCM 60 എന്ന് പറഞ്ഞാൽ മക്കളെ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60. 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60. എങ്കിൽ ഈ 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറുത് 60. ഈ 60ന് താഴോട്ട് ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാനുള്ള സംഖ്യ ഒന്നുമില്ല. എങ്കിൽ ഇതിന് മുകളിലോട്ടുണ്ട്. ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത സംഖ്യ ആരായിരിക്കും എന്നറിയാമോ? 60ന്റെ ഗുണിതമായ 120 ആയിരിക്കും. മനസ്സിലായോ? എടാ ഇവരെ 3 പേരെ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60. എങ്കിൽ ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത സംഖ്യ 60ന്റെ രണ്ടാമത്തെ ഗുണിതം 120 ആയിരിക്കും. എങ്കിൽ ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അടുത്ത സംഖ്യ 60ന്റെ മൂന്നാമത്തെ ഗുണിതം 180. ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അടുത്ത സംഖ്യ 60ന്റെ അടുത്ത ഗുണിതമായ 240. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എടാ ഇവരെ 3 പേരെ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളും 60ന്റെ ഗുണിതങ്ങളാണ്. 60ന്റെ ഗുണിതങ്ങളാണ്. അത് ഓക്കെ ആണോ? ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളും 60ന്റെ ഗുണിതങ്ങളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എന്താ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ മക്കളെ
ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇങ്ങനെ ഇതൊരു 60ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ പോവുക. എടാ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9999 എഴുതി. അതിനെ ഒരു 60ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. 9-ത്തിലില്ല, 99-ത്തിൽ 60 ഒരു തവണ, ഒരു 60 60. ശിഷ്ടം മക്കളെ 39. വീണ്ടും 9-ത്ത് എഴുതി. 60 6 വട്ടം, 6 6 36, അതായത് 360. ശിഷ്ടം മക്കളെ വീണ്ടും 39. അടുത്ത 9-ത്ത് എഴുതി. വീണ്ടും 6 വട്ടം, 6 60 360. ശിഷ്ടം വീണ്ടും മക്കളെ 39. തീർന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എടാ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയായ 9999 60 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 60ന്റെ ഒരു ഗുണിതമാണോ? അല്ല. ശിഷ്ടം 39 വരുന്നുണ്ട് മക്കളെ. ശിഷ്ടം 39 വരുന്നുണ്ട് അല്ലേ? എടാ ശിഷ്ടം 39 വരുന്നതുകൊണ്ട് 60 കൊണ്ട് മനസ്സിലായി നിശ്ശേഷം ഹരിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ ഈ ശിഷ്ടം 39 വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് നിശ്ശേഷം 60 കൊണ്ട് ഹരിക്കാമായിരുന്നല്ലോ. ശിഷ്ടം 39 എന്ന് പറഞ്ഞാൽ ഈ സംഖ്യക്കകത്ത് ഒരു 39 അധികം നിൽക്കുക. 60ന്റെ ഗുണിതവും കഴിഞ്ഞിട്ട് മക്കളെ 39 അധികം നിൽക്കുക. എങ്കിൽ ഈ സംഖ്യയിൽ നിന്നും ഒരു 39 കുറച്ചാൽ ആ സംഖ്യയെ നമുക്ക് 60 കൊണ്ട് ഹരിക്കാമല്ലോ. ശരിയല്ലയോ? എങ്കിൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയായ 9999 നിന്ന് ഒരു 39 കുറയ്ക്കുന്നു. ഓക്കെ, 9 നമ്പർ കുറച്ചാൽ 0, 9 3 കുറച്ചാൽ 6, ഇവിടെ 9, ഇവിടെ 9. എങ്കിൽ മക്കളെ 9960 എന്ന സംഖ്യയെ എനിക്കിതാ 60 കൊണ്ട് ഹരിക്കാൻ പറ്റിയേനെ അല്ലേ? 60 കൊണ്ട് ഹരിക്കാൻ പറ്റിയേനെ. എങ്കിൽ ഈ സംഖ്യയെ 60 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവരെ 3 പേരെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ 9960. മനസ്സിലായോ? 9960. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. പിടികിട്ടിയോ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതേപോലുള്ള കൂടുതൽ ക്ലാസ്സിനും കൂടുതൽ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നുപോലെ. അപ്പം ചലഞ്ചർ SSC RRB എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ടെലിഗ്രാം ചാനലിലും നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കും. കൂടുതൽ വീഡിയോ ക്ലാസ്സുകളും ടിപ്സുകളും നോട്ട്സുകളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും വിമുഖത കാണിക്കല്ലേ. അപ്പോൾ തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.